അപ്പോൾ നിങ്ങൾ ഈ ചെയിനുകളൊക്കെ ഉണ്ടായിരുന്നോ? ഇത് 6 പിടി നീളത്തിൽ വെറും 2 ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ചെയിനുകളാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, പുതിയ സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. ഇതാണ് നമ്മൾ പറഞ്ഞ കളക്ഷൻസ്. ഏകദേശം ഒരു 6 ഡിസൈനോളം നമുക്ക് ഉണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് നമുക്ക് 6 പിടിയാണ് ഇതിൻ്റെ നീളം വരുന്നത്. അത്യാവശ്യം ലെങ്ത്ത് കിട്ടും. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന 2 ഗ്രാം മുതലാണ് അതിൻ്റെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 2 കളക്ഷനാണ്. നമുക്ക് 2 ഗ്രാമാണ് അതിൻ്റെ തൂക്കം വരുന്നത്. 2 ഡിസൈനാണുള്ളത്. ഒന്ന് നിങ്ങൾക്കറിയാമല്ലോ, കോമൺ ആയിട്ട് വരുന്ന ബോക്സ് ചെയിനാണ്. പിന്നെ വരുന്നത് നമുക്ക് അരിഞ്ഞാണ ചെയിൻ എന്നാണ് ഇതിനെ പറയുക. അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന 2 ഡിസൈനാണ്. കൂടുതലും ആളുകൾക്ക് അറിയുന്നത് ബോക്സ് ചെയിനാണ് അറിയുന്നത്. അരിഞ്ഞാണ ചെയിൻ അങ്ങനെ അധികം ആൾക്കാർക്ക് അറിയത്തില്ല. അത്യാവശ്യം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി കളക്ഷനാണ് നമ്മളിത് കാണിക്കുന്നത്. വെറും 2 ഗ്രാം മാത്രമാണ് അതിൻ്റെ തൂക്കം വരുന്നത്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ വരുന്നത് 3 ഗ്രാമിലാണ് ഈ ചെയിൻ വരുന്നത്. ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഫിംഗർ എന്നാണ് ഈ ചെയിൻ്റെ പേര്. ഇത് അത്യാവശ്യം ഉരുളൻ ചെയിനാണ്. അത്യാവശ്യം നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ചെയിനാണ്. പിന്നെ നമുക്ക് നോർമലി വരുന്ന ബോംബെ ചെയിൻ, പ്രിയദർശിനി ചെയിൻ എന്ന് പറയും, ഉർവശി ചെയിൻ എന്ന് പറയും, അങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇതും ഈ പറഞ്ഞ 3 ഗ്രാമാണ് അതിൻ്റെ തൂക്കം വരുന്നത്. ഇതും നമുക്ക് അത്യാവശ്യം ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷൻ തന്നെയാണ്. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കളക്ഷൻ തന്നെയാണ് സച്ചിൻ ചെയിൻ, ഗാംഗുലി ചെയിനാണ് വരുന്നത്. 3 ഗ്രാം തന്നെയാണ് അതിൻ്റെ തൂക്കം വരുന്നത്. നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനുള്ള ഒരു പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം കാഴ്ചയൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഡിസൈനാണ് സംഭവം. കഴുത്തി കിടന്നാൽ അത്യാവശ്യം വീതിയിലൊക്കെ കിടക്കുന്ന ഡിസൈൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാഴ്ച കൂടിയിട്ടുള്ളൊരു ഐറ്റമാണ് സച്ചിൻ ചെയിൻ എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, വെയിറ്റ് കുറവാണ്, 22 ക്യാരറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് 18 ക്യാരറ്റ് അല്ല, 22 ക്യാരറ്റ് ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബലം അതിന് കാണത്തുള്ളൂ. റഫ് യൂസിനും നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. ഞാൻ നമ്പർ കൊടുക്കാം, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. പെട്ടെന്ന് തീർന്നു പോകുന്ന ഐറ്റങ്ങളാണേ. അപ്പോൾ ഇന്നത്തെ ചെയിൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പുകൾ നെടുമങ്ങാട്, നെയ്യാറ്റിങ്കര, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, പയ്യന്നൂരാണുള്ളത്. ഞാനിപ്പോൾ കരുനാഗപ്പള്ളി ഷോപ്പിലിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ഷോപ്പുകളും, നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പ് ഏതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഷോപ്പുകളിലും ഈ സ്റ്റോക്ക് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം കളയാതെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. നമ്മൾ ഈ സ്വർണ്ണവില ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ടാണ് കൂടുതലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് കാണിക്കുന്നത്. 3 ഗ്രാം മാത്രമല്ല, 3 പവൻ്റെ ഐറ്റംസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആരും സമയം കളയാതെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും മോഡൽ കാണണമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന പോലെ ഇന്നതിൻ്റെ മേക്കിംഗ് ചാർജ്, എന്തെങ്കിലും നിങ്ങൾക്ക് സ്വർണ്ണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് അറിയിച്ചാലും മതി. നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടിപൊളി കിടലും വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരും. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.